നമസ്തേ. ഒരു നടനം അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ആഗ്രഹം പിന്നെന്താണ്? നമ്മുടെ വിചാരം അത് 10 പേരുടെ മുൻപിൽ അവതരിപ്പിച്ച് കാണിക്കണം, അല്ലേ? അത് നൃത്തത്തിന് മാത്രം ഉള്ള ഒരു കാര്യമല്ല, ഏത് കലാരൂപങ്ങൾക്കും അങ്ങനെയാണ്. അതായത് ഏതൊരു കലാരൂപവും കലാകാരൻ അല്ലെങ്കിൽ കലാകാരി അവരെ കൊണ്ട് പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. 2 ഭാഗമാണ്. അതിൻ്റെ പകുതിയാകുന്നുള്ളൂ കലാകാർ, അവരുടെ അവതരണം. അതിന് ആസ്വാദകർ എന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതുകൂടി ചേരുമ്പോഴാണ് ഇതിന് പൂർണ്ണത കൈവരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും, അതിപ്പോൾ പ്രായവ്യത്യാസമൊന്നുമില്ല, കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി ആർക്കാണെങ്കിലും ഏതൊരു കലാരൂപം അഭ്യസിക്കുന്നവർക്കാണെങ്കിലും ആ ഒരു ചിന്തയാണ്. നമ്മളത് അറിഞ്ഞു പഠിച്ചു, ഇനി അത് ആരെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുകയെങ്കിലും നമുക്ക് വേണം. ഒരു വീർപ്പുമുട്ടലാണല്ലേ. ഇതിപ്പോൾ തുടങ്ങിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഈ ഒരു വിഷയത്തെക്കുറിച്ചും നാട്യശാസ്ത്രത്തിൽ സംസാരിച്ചിട്ടുണ്ട്. 1-ാം അധ്യായമായ നാട്യോൽപ്പത്തിയിലാണത് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രഹ്മദേവൻ, ഈ പഴയ കഥകളൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല, ഇതൊക്കെ പല ഭാഗങ്ങളായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മദേവൻ ഭരതമുനിക്ക് നാട്യവേദം പറഞ്ഞു കൊടുത്തു. ഭരതമുനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് നാട്യശാസ്ത്രം എഴുതിയല്ലേ. അങ്ങനെ എഴുതുമ്പോഴും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ബ്രഹ്മദേവൻ്റെ ഉപദേശങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഓരോ ഭാഗങ്ങളും. അതുപോലെ തന്നെ അതിനുശേഷം 105 ശിഷ്യന്മാർ അല്ലെങ്കിൽ പുത്രന്മാർ എന്തുമാകട്ടെ, അവരെ അഭ്യസിപ്പിക്കുമ്പോഴും ഓരോ ഭാഗവും ബ്രഹ്മദേവനെ ചെയ്ത് കാണിച്ച്, അങ്ങനെയാണ് സൗന്ദര്യത്തിൻ്റെ ഒരു കുറവ് കണ്ടു, കൈശികി വൃത്തി നിർമ്മിച്ച് ചേർത്തു. ഇങ്ങനെ അതിനെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യണം, ഇതിനെ കൂടുതൽ മികച്ചതാക്കാൻ എന്ത് ചെയ്യണം, അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവരെ പഠിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ്, ഗുരുവിനും ശിഷ്യന്മാർക്കും ചിന്ത ഒന്നേ ഉള്ളൂ, ഇനി എവിടെയാണൊന്ന് അവതരിപ്പിക്കുക. മനസ്സിലായി? അന്നിപ്പോൾ നമുക്കിപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഓഡിറ്റോറിയമോ തിയേറ്റർ ഒന്നും ഇല്ല, ഒരു അന്ധകാരത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പോലെയാണ്. അപ്പോൾ ഇതൊക്കെ പിന്നീട് വന്നതായിട്ടാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ അവതരിപ്പിക്കും? അതിനൊരു പ്രത്യേക ഒരു ചുമ്മാതെ വഴിയിലോട്ടിറങ്ങി നിന്ന് അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിന് കുറച്ച് പേര് കാണാൻ വേണം, അതിനൊരു തയ്യാറെടുപ്പ് വേണമല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഉടനെ അത് ബ്രഹ്മദേവനോട് എല്ലാത്തിനും അവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്, ഒരു മറുപടി കിട്ടുന്നത്, പരിഹാരം അവിടെ നിന്നാണ്. അപ്പം ബ്രഹ്മദേവനോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് അവതരിപ്പിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, ശരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുക? ഉത്സവങ്ങൾക്കാണ്, അല്ലേ? പ്രധാനമായിട്ടും കലാരൂപങ്ങൾ എവിടെയാണ്? ക്ഷേത്രങ്ങളിലോ ഉത്സവ ഡാൻസ് ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു ഫെസ്റ്റിവലിലാണ് അത് അവതരിപ്പിക്കുക, അല്ലേ? ഇതും അതുപോലെ തന്നെ. അപ്പോൾ അടുത്തിടെ ദേവേന്ദ്രൻ്റെ ഒരു ധ്വജോത്സവം നടക്കുന്നുണ്ട്. എന്താ ഈ ധ്വജോത്സവം? ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതിൽ ദേവന്മാർ വിജയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ധ്വജോത്സവത്തിന് നമുക്കിത് അവതരിപ്പിക്കാം. ആ സെലിബ്രേഷന് ഒത്തിരി പേരെയൊക്കെ വിളിച്ചു കൂട്ടും. എന്തായാലും ആൾക്കൂട്ടം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് നമുക്കൊരു അറേഞ്ച്മെൻറ്റ്സ് വേണ്ടി വരില്ല. ശരി, അപ്പോൾ അവതരിപ്പിക്കാം. അപ്പോൾ എന്താ അവതരിപ്പിക്കും? അപ്പോൾ എന്താ സംശയമില്ല, നമുക്ക് ദേവന്മാർ അസുരന്മാരുടെ മേളിൽ നേടിയ ആ വിജയത്തെ തന്നെ നമുക്ക് അവതരിപ്പിച്ച് കാണിക്കണം. അന്ന് അവിടെ സംഭവിച്ചു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? അതിൽ പോർവിളികളുണ്ട്, ഭയന്നുള്ള ഓട്ടമുണ്ട്, വളരെ ഈ ഭീവത്സം കലർന്ന ചില കാഴ്ചകളുണ്ടാവും, അത്ഭുതം ഉണ്ടാവും, കരുണ ഉണ്ടാവും, അല്ലേ? വീരം ഉണ്ടാവും. അതിലിങ്ങനെ നാനാവിധ ശൃംഗാരവും ഹാസ്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ശരി, അത് തന്നെ നമുക്ക് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് ധ്വജോത്സവത്തിന് ഈ ദേവാസുര യുദ്ധം തന്നെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു അമ്മളി പിണഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ സെലിബ്രേഷനിലേക്ക് അസുരന്മാർക്കും ക്ഷണമുണ്ടായിരുന്നു. ഓക്കെ, അതായത് അസുരന്മാർ എന്ന് പറയുമ്പോൾ ദിതിയുടെ പുത്രന്മാരായ ദൈത്യന്മാരും ദാനവന്മാരും, ധനുവിൻ്റെ പുത്രന്മാരായ ദാനവന്മാരും ചേർന്നതാണ് അസുരന്മാർ. ഇവരും അവിടെ ഉണ്ടായിരുന്നു. ഇവരിപ്പോൾ എന്ത് ചെയ്തു? നൃത്തപ്രയോഗം തുടങ്ങിയപ്പോഴേ ഇവർക്ക് മനസ്സിലായി
അസുരന്മാർക്കെതിരാണല്ലേ, വിഷയം അസുരന്മാർക്കെതിരല്ലേ, ദേവന്മാരാണല്ലോ ജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അവരടങ്ങിയിരിക്കുമോ? അവർ വിഘ്നകാരികളെ കൊണ്ട്, വിരൂപാക്ഷൻ നേതാവായിട്ടുള്ള വിഘ്നകാരികളെ കൊണ്ട് അവർ മായാവികളാണ്, ഇത് തടസ്സം നേരിടിപ്പിച്ചു. അപ്പോൾ എങ്ങനെയായി വിഘ്നകാരികളെ കൊണ്ട് തടസ്സം? നേരിട്ട് കമ്പും കുന്തവും എടുത്ത് ഇവർ ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്. വിഘ്നകാരികളെന്ന് പറഞ്ഞാൽ മായാവികളാണ്, കാണാൻ പറ്റില്ല. ഓക്കെ, അവർ രൂപമില്ലാത്ത ആകാൻ സാധിക്കുന്നവരാണ്. ഇവരുടെ ഡയലോഗ്സ് മറന്നു പോവുക, അഭിനയം മറന്നു പോവുക, സ്തംഭിപ്പിക്കുക, ഓക്കെ, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മുഖേന ഇത് മുടക്കാൻ ശ്രമിച്ചു. ഇനി ഞാനൊരു ചെറിയ വിഷയത്തിലേക്ക് പോകാം. നമ്മൾ വിചാരിക്കും, എന്താണ് ഈ അസുരന്മാർ, എന്താണ് ഈ ദേവന്മാർ, ഇതെന്തിനാണ് ഈ തരംതിരിവുകൾ, എന്താണ് ഈ വിഘ്നകാരികൾ? ഇതെല്ലാം ഞാൻ പറഞ്ഞു, വിഘ്നകാരികൾ രൂപമില്ല. അപ്പോൾ രൂപമില്ലാത്തവർ ചെയ്തത് എന്താണ്? അഭിനയത്തിന് തടസ്സമുണ്ടാക്കി, മറവി സംഭവിപ്പിച്ചു അല്ലേ, അല്ലെങ്കിൽ ഡയലോഗിനിടയ്ക്ക് ഒന്ന് വിക്കിപ്പോയി, ഒച്ചയിടറി. ഇതൊക്കെ ഒരു രൂപമില്ലാത്തവർ സംഭവിപ്പിക്കുന്നതാണോ? ഇതൊക്കെ നമുക്കും സംഭവിക്കാറില്ലേ? അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ അസുരന്മാർ, വിഘ്നകാരികൾ, ദേവന്മാർ, ഇതെല്ലാം പ്രതീകങ്ങളാണ്. ഞാൻ നേരത്തെ ഈ വിഷയം പലതവണ സംസാരിച്ചതാണ്. നമ്മൾ സൂര്യനെ സൂര്യദേവനായും ഭൂമിയെ ഭൂമിദേവിയായും, നാട്യപൂജാ സമയത്ത് നമ്മൾ സ്മൃതി, ഈ ചിന്ത, മേധ, ഇതിനെയൊക്കെ ഈശ്വര ശക്തികളായി കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെല്ലാത്തിനെയും ദേവനും ദേവിയുമാക്കി റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതിന് പുറമേ തന്നെ നമ്മൾ രൂപങ്ങൾ കൊടുക്കുകയാണ്. ഈ രൂപത്തിലൂടെയാണ് നമുക്കതിനെ അറിയാൻ സാധിക്കുന്നത്. കഥകളിലും അങ്ങനെയല്ലേ, ആമയും മുയലും സംസാരിക്കുന്നുണ്ട്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ശരിയാണ്. പക്ഷെ അത് നമ്മൾക്കറിയാവുന്ന വിധത്തിലാണ് അല്ല. അവരുടെ ജീവിതത്തെ നമ്മൾ നമ്മുടെ ജീവിതവുമാക്കി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. നമുക്ക് ആ രൂപമില്ലാതെ, ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നും നമുക്കൊന്നിനും ഇമാജിനേഷൻ പറ്റില്ല. നമുക്കിപ്പോൾ കൃഷ്ണൻ്റെ കഥകൾ പറയുമ്പോൾ അമ്പാടിയും അല്ലേ, വൃന്ദാവനവും കാളിന്തി നദിയും എല്ലാ ഗോപികമാരെയും ദ്വാരകയും ഒക്കെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെന്താണ്? നമ്മളുടെ ചുറ്റുപാട് തന്നെയാണ് നമ്മൾ കാണുന്നത്, നമ്മൾ അറിയുന്നത്. നമുക്കൊന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നിനെയും സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. ചിത്രങ്ങളാകാം, ചലച്ചിത്രങ്ങളാകാം, നമ്മളുടെ ചുറ്റുപാടുകളാകാം, ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കണ്ണിൽ കണ്ണനെ വെണ്ണ കഴിച്ചതിൻ്റെ പേരിൽ അമ്മ കൊണ്ട് അടച്ചിടുന്ന മുറി എൻ്റെ താമരക്കുടി ഇല്ലത്തെ ചായ്പാണ്. എൻ്റെ മനസ്സിൽ അതാണ് വരുന്നത്. അവിടുത്തെ ആ തടിയുടെ വാതിലും ഇങ്ങനെ ഇടുന്ന ഓടാമ്പലും അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ എൻ്റെ കൊറിയോഗ്രാഫിയിൽ ചിലപ്പോൾ അതായിരിക്കും വരുന്നത്. മനസ്സിലായി? നമ്മളുടെ ചിന്തകളാണ്, നമ്മൾ ജീവിച്ച സാഹചര്യം, നമ്മൾ കണ്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഈ അസുരന്മാർ എന്ന് പറയുന്നതും വിഘ്നകാരികൾ എന്ന് പറയുന്നതും ഒക്കെ പ്രതീകമാണ്. പക്ഷെ നമുക്കതിനെ പ്രതീകമാക്കി വെക്കാൻ സാധിക്കുന്നില്ല. നമ്മളുടെ ഉള്ളിലെ ചില മാറ്റങ്ങളെ തന്നെയാണ് ഈ വിഘ്നകാരികളാക്കിയും അല്ലെങ്കിൽ അസുരന്മാരാക്കിയും ഒക്കെ യുദ്ധം നടക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. ദേവാസുര യുദ്ധവും ഒക്കെ നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ നൃത്തത്തിൽ അതൊരു ദൃശ്യകാവ്യമാണല്ലേ, നമുക്കതിനെ കാഴ്ചയിലൂടെ പ്രകടിപ്പിക്കണം. നമുക്കത് ചിന്തയിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ചിന്തയിലൂടെ മാത്രമല്ല, ചിന്ത വേണം. ചിന്തയാണ് അതിനെ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ദൃശ്യം മാത്രമല്ല, അതിൽ വിവേകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെല്ലാത്തിനും, അത് സൂര്യനും ഭൂമിയും ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കോട്ടെ, മണ്ണായിക്കൊള്ളട്ടെ, ചെടികളായിക്കൊള്ളട്ടെ, എല്ലാത്തിനും ബോധതലം ഉണ്ട്. പക്ഷേ വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം. മനുഷ്യനുള്ള ബോധതലമല്ല മൃഗങ്ങൾക്ക്. മൃഗങ്ങളിൽ തന്നെ വ്യത്യസ്ത ബോധതലങ്ങൾ നിലനിൽക്കുന്നു. അതല്ല സസ്യജാലങ്ങൾക്കുള്ളത്. ഇതുതന്നെയാണ് ദശാവതാരങ്ങളിലൂടെ. വിഷ്ണു എന്നാൽ നമ്മൾ ബോധത്തെയാണ് കുറിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഊർജം, എനർജി. അതാണ് ശിവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ദശാവതാരത്തിൽ പലവിധം ബോധതലങ്ങളെയാണ് അവിടെ
പല അവതാരങ്ങളിലൂടെ പല കഥകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. മത്സ്യം എന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ബോധതലത്തിൽ കടന്നാണ് കൂർമ്മത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണാൻ സാധിക്കണം. ഇങ്ങനെയാണ് പ്രതീകങ്ങളാക്കി, രൂപങ്ങളാക്കി, കഥകളാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഇനി നമുക്ക് തിരിച്ച് പഴയ കഥയിലേക്ക് പോകാം. അങ്ങനെ അപ്പോൾ ഇവരടങ്ങിയിരിക്കില്ല. ഇവർ വിഘ്നകാരികളെ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ബ്രഹ്മദേവൻ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ 4 തട്ടായിട്ട് വേണം കാര്യങ്ങളെ ഉൾക്കൊള്ളാനും പരിഹാരം തേടാനും. എങ്ങനെ? ഇവിടെ 4 വിഷയം നമുക്ക് പ്രയോഗിക്കാം. സാമം, ദാനം, ഭേദം, ദണ്ഡം. അതായത് സാമം, സമാധാനമായി അവരോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറച്ച് പേർക്കൊക്കെ കാര്യം മനസ്സിലാവും, എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല. ചിലർക്ക് ദാനം കൊടുക്കാം. കൊച്ചുകുട്ടികൾ വഴക്കുണ്ടാക്കുക, ആദ്യം നമ്മൾ സമാധാനിപ്പിക്കും. പിന്നെന്ത് ചെയ്യും? 2 മിഠായിയൊക്കെ കൊടുക്കും. മക്കളെ താണ്ടേ മിഠായി, ഇത് കഴിച്ചോ എന്ന് പറയും. പിന്നെന്ത് ചെയ്യും? ദണ്ഡം, ഭീഷണിപ്പെടുത്തും. അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുവേ, ഭീഷണിയിലോട്ട് കിടക്കും. പിന്നീടാണ് ഒരു കൊച്ചടിയെക്കുറിച്ച് ആലോചിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വേണം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ. അത് എല്ലായിടവും ബാധകമാണ്. ഇവിടെ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, ഇവിടെ ഒരു രസകരമായ ഈ ദണ്ഡത്തിൻ്റെ ഭാഗത്തൊരു രസകരമായ കാര്യം നടക്കുന്നുണ്ട്. അതായത് ദേവേന്ദ്രൻ്റെ ധ്വജം കൊണ്ട് ഇവരെ ജർജരീകരിച്ചു എന്നാണ്. ജർജരീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞെരിച്ചമർത്തുക, വിഘ്നകാരികളെ ഞെരിച്ചമർത്തി. കാരണം ഇതിങ്ങനെ സൂത്രധാരൻ ഡയലോഗ് മറന്ന് കണ്ണും വീഴ്ചിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജർജരീക, അതുകൊണ്ട് തന്നെ ധ്വജത്തിന് മറ്റൊരു പേരാണ് ജർജരം. കേട്ടോ? ശരി. അപ്പോൾ എനിക്ക് രസകരമായി തോന്നിയത് എന്താണെന്നറിയാമോ? ഈ ഒരു സംഭവത്തിന് ശേഷം കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നതിന് ശേഷം പലരും പല സമ്മാനങ്ങളും ഇവർക്ക് കൊടുക്കുകയുണ്ടായി. അതിനെക്കുറിച്ചെല്ലാം നാട്യശാസ്ത്രത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നാട്യപ്രയോഗത്തിന് ഉപകാരപ്രദമായ ഓരോരോ വിശിഷ്ടങ്ങളായുള്ള സമ്മാനങ്ങൾ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ഇവരാദ്യം, നമുക്കൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം ഇവിടെ സംഭവിച്ചത്? അസുരന്മാർ ഇവരുടെ നാട്യപ്രയോഗത്തെ തടയാൻ ശ്രമിച്ചു. ഇവരാദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഇവരുടെ ചിന്തയിൽ ആദ്യം വന്നത് ഒരു നാട്യമണ്ഡപം ഉണ്ടാക്കുക എന്നതാണ്. നാട്യമണ്ഡപം ഉണ്ടാക്കി എല്ലായിടവും കടുത്ത സുരക്ഷ അവർ ഉറപ്പുവരുത്തി. കാവലിനായി ഓരോ സ്ഥലത്തും, നാട്യമണ്ഡപത്തിൽ, നാട്യത്തറയിൽ, അണിയറയിൽ, ഓരോ മുക്കും മൂലയിലും, തൂണുകൾക്കിടയിൽ, എല്ലായിടവും, വാദ്യമേളക്കാരിരിക്കുന്നിടത്ത്, വസ്ത്രം സൂക്ഷിക്കുന്നിടത്ത്, എല്ലായിടവും ദിക്കുകൾ, വിതുക്കുകൾ, ഇതെല്ലാം പ്രത്യേകം പറയുന്നുണ്ട്. വാതിൽക്കൽ, വാതിൽപ്പടിയിൽ, വാതിൽപ്പാളിയിൽ, ദ്വാരത്തിൽ, എല്ലായിടവും ഇവർ കാവലേർപ്പെടുത്തി. സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അത് ചെയ്ത് ഇവർക്ക് സുരക്ഷിതമായിട്ട് ഒരു നാട്യം പ്രയോഗിക്കാൻ സാധിക്കണം. ഇനി ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാവരുത്. അതിനുശേഷം മാത്രമാണ് ഇവർ അസുരന്മാർക്ക് സാമം ഉപദേശിക്കാൻ ചെന്നത്. ആദ്യമേ അസുരന്മാരെ ചിലർ നന്നാവില്ല, അല്ലേ? അപ്പം നമ്മൾ പറയും പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുക എന്ന് പറയും. അപ്പോൾ അതിനല്ല ആദ്യം ശ്രമിക്കേണ്ടത്, നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കുക. ഇപ്പോൾ ഞാനിത് പലയിടത്തും പറയുന്ന ഒരു ഉദാഹരണമാണ്. നമ്മുടെ വീട്ടിലൊരു കള്ളൻ കയറി മോഷണം നടത്തി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആരാണ് കുറ്റക്കാരൻ? എല്ലാവരും പറയും കള്ളനാണ് കുറ്റക്കാരൻ. കള്ളൻ ചെയ്തത് തെറ്റാണ്, അല്ലേ? കള്ളനെ നന്നാക്കാൻ ശ്രമിക്കണം. നമ്മളുടെ സാധനം നമ്മൾ സുരക്ഷിതമായി വെക്കാൻ ശ്രമിക്കണം. നമ്മുടെ സാധനം സുരക്ഷിതമാക്കി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? കള്ളനെ നന്നാക്കുക എന്നതിലുപരിയായ ഉത്തരവാദിത്വം അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ഇവിടെ സാധനം സുരക്ഷിതമായി ഇരിക്കുകയല്ല എന്നറിഞ്ഞത് കൊണ്ടല്ലേ കള്ളൻ അത് സുഖമായി മോഷ്ടിക്കാൻ പറ്റിയത്. കള്ളൻ്റെ ജോലി മോഷ്ടിക്കുക എന്നുള്ളതല്ലേ. ഇനി എല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് അവനവൻ്റെ കാര്യം സൂക്ഷിച്ച് വെക്കാൻ സാധിച്ചാൽ കള്ളന് ജോലി ഇല്ലാണ്ടാവില്ലേ? അപ്പോൾ അവൻ വേറെ ജോലി അന്വേഷിച്ച് പൊക്കോളൂ.
അപ്പോൾ തന്നെ കള്ളനെ നന്നാക്കുക എന്നുള്ള പണി നടന്നല്ലോ അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കള്ളനെ കുറ്റം പറഞ്ഞിരിക്കാതെ നമ്മുടെ ഭാഗം ക്ലിയർ ആണോ എന്നൊന്ന് നോക്കുക. അതാണ് ഇവിടെയും ചെയ്തത്. ആദ്യം നാട്യഗൃഹം സ്ഥാപിച്ചു. വിശ്വകർമാവിനെ കൊണ്ട് നാട്യഗൃഹം ഉണ്ടാക്കി എല്ലായിടവും കനത്ത സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തു. അതിനുശേഷം അസുരന്മാരോട് സാമം ഉപദേശിക്കുന്ന ഒരു ഭാഗവും നാട്യോൽപ്പത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാന്റെ സങ്കല്പം എന്തായിരുന്നു എന്നുള്ളത്. ഈ ഒരു നാട്യശാസ്ത്രം ആക്ച്വലി ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണ്. അപ്പം അസുരന്മാർ പറയുന്നത് ദേവേന്ദ്രൻ്റെ സന്തോഷത്തിനു വേണ്ടി, ദേവന്മാരുടെ സന്തോഷത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് നാട്യം. അങ്ങനെയല്ല. നാട്ടിൽ മൊത്തം ഒരു അരക്ഷിതാവസ്ഥ വന്നപ്പോൾ, എല്ലാവരിലും ഒരു അതൃപ്തി വന്നപ്പോൾ ആണ് എല്ലാവർക്കും വേണ്ടി ലോകകാര്യങ്ങൾ ഉൾപ്പെടുത്തി എല്ലാവരിലും ധർമ്മബോധം ഉണ്ടാവുക, എല്ലാവരിലും ആ വിനോദം എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ദേവേന്ദ്രൻ അത് ചെയ്തത്. ഇനി ഇതിലും ഞാൻ ഈ സങ്കല്പങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മബോധം ഉണ്ടാക്കുക, കീർത്തി ഉണ്ടാക്കുക, ഇതെല്ലാം ഈ സങ്കല്പത്തിൽപ്പെടും. എല്ലാവർക്കും മനസ്സിന് സന്തോഷമുണ്ടാക്കുക, അത്രയേറെ ഹൃദ്യമായിരിക്കണം എന്നുള്ളത്, എല്ലാവരിലേക്കും എത്തണം, എല്ലാവർക്കും ഇത് നേടാൻ സാധിക്കണം, മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കണം, പ്രയോഗിക്കുവാനും സാധിക്കണം, എല്ലാവരിലേക്കും എത്തുന്നതായിരിക്കണം. അല്ലാതെ ദേവന്മാർക്ക് മാത്രം എത്തുന്നതായിരിക്കണം എന്നല്ല. അസുരന്മാരെയും ക്ഷണിച്ചിരുന്നല്ലോ ധ്വജോത്സവത്തിന്. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സങ്കല്പത്തിൽ നിന്നാണ് ഈ നാട്യം ഉത്ഭവിച്ചത്. ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെയായ ഒരു ഭാഗം നാട്യോൽപ്പത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗത്തിൽ ഈ സുരക്ഷിതത്വം സുരക്ഷ എങ്ങനെ അറേഞ്ച് ചെയ്തു എന്നൊക്കെ നോക്കാം. ഓരോ ഭാഗത്തിലും ആരൊക്കെയാണ് കാവലായി നിന്നത്, അതിൻ്റെ ഔചിത്യം എത്രത്തോളമാണ്, കഥ മാത്രമാണോ, ഇതിനുള്ളിൽ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.